ബേസിസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻടേക്ക്, അതായത് ക്ലയൻറ്റും അതേസമയം ആ ഒരു സർവീസ് പ്രൊവൈഡറും തമ്മിലുള്ള ആ ഒരു ഇനീഷ്യൽ കോൺടാക്റ്റ്, റാപ്പോ ബിൽഡിംഗ്, ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക. അതായത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾ ആ ക്ലയൻറ്റിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കുന്നതൊക്കെയാണ് ഇൻടേക്ക് വരുന്നത്. സെക്കൻഡ് വൺ സ്റ്റഡി, അതായത് ക്ലയൻറ്റിൻ്റെ സിറ്റുവേഷനെ പറ്റിയിട്ടും നീഡ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഡെപ്ത് അസസ്മെൻ്റ് ആണ്. തേർഡ് വൺ എന്ന് പറയുമ്പോൾ ഡയഗ്നോസിസ്, അതായത് എന്താണ് ഇഷ്യൂ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ ഇൻ്റർവെൻഷൻസിന് വേണ്ടിയിട്ട് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നതും ഇതിനകത്ത് വരും. അടുത്തതെന്ന് പറയുന്നത് ഇൻ്റർവെൻഷൻ എന്ന് പറയുമ്പോൾ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ക്ലയൻറ്റിൻ്റെ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മെത്തേഡ്സ് കൊടുക്കുന്നതുമാണ്. അടുത്തതെന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ്, അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. അതിനകത്ത് തെറാപ്യൂട്ടിക് ടെക്നിക്സ് അപ്ലൈ ചെയ്യുകയും ഡയറക്റ്റ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് മോണിറ്ററിങ്. അതിനകത്ത് പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുകയും എഫക്റ്റീവ്നെസ് ഉണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും അതുപോലെ തന്നെ പ്ലാൻസ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ് മോണിറ്ററിങ് എന്ന് പറയുന്നത്.